ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പൊറോട്ട വെച്ചിട്ടൊരു അടിപൊളി ഐറ്റം ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഈ റെസിപ്പി ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ടിഫിനായിട്ടും സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കം വളരെ സ്ലൈസായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഓണിയൻ എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, അതും ഭയങ്കര കുഞ്ഞാന്ന് അരിഞ്ഞതാണ്. പിന്നെ ക്യാരറ്റ് നന്നായിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് സോയാ സോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ മാരിനേഷന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ മസാലപ്പൊടികളും ചിക്കനിലോട്ട് ചേർത്ത് നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ എടുത്തിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ ലെമൺ ഒരു ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട് ഞാൻ. അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം നമുക്ക്. ചിക്കൻ മാരിനേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ശേഷം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം അതിലേക്ക് ഒരല്പം ഓയിൽ ചേർത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഞാനിവിടെ. നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ട അതിനനുസരിച്ച് സവാള എടുക്കണം കേട്ടോ നിങ്ങൾ. സവാള അവിടെ വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിവിടെ വേറൊരു പാൻ എടുത്ത് അതിലേക്ക് ഒരല്പം ഓയിൽ ചേർത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരല്പം ഓയിൽ ചേർത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കുകയാണ്. ചിക്കൻ ഫ്രൈ ആകുമ്പോഴേക്കും നമ്മുടെ സവാള അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയുടെ ആ റോസ്മെല്ലൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ശേഷം നമുക്ക് ചിക്കൻ 2 സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്ത ശേഷം ചെറിയ പീസാക്കി അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. അങ്ങനെ ഞാനിവിടെ ഒരു ബൗളിൽ സവാള നമ്മൾ വഴറ്റി എടുത്ത സവാള എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഇത് ആ ഫ്രൈ പാനിൽ ഇട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ മയണീസ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ച മയണീസാണ് കേട്ടോ. എന്നിട്ട് അത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ക്യാപ്സിക്കനും അല്പം ചേർത്ത് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും ഭയങ്കര ഹെൽത്തിയാണ് ഈ ഒരു ഡിഷ്. കാരണം ക്യാപ്സിക്കം യൂറിക് ആസിഡ് റെഡ്യൂസ് ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ ക്യാരറ്റ് വൈറ്റമിൻ സി വെജിറ്റബിളാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ ഹെൽത്ത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ ക്യാബേജും ചേർക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ക്യാബേജ് യൂറിക് ആസിഡ് ആൾക്കാർക്ക് ക്യാബേജ് അത്ര നല്ലതല്ല. അപ്പോൾ വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. അതിലേക്ക് ഒരല്പം ഒരു നുള്ള് മല്ലിയിലയും കൂടി ചേർത്താൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ നമ്മളുടെ പൊറോട്ട എടുത്തിട്ടുണ്ട്. പൊറോട്ടയിൽ മയണീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മയണീസ് ഒന്ന് സ്പ്രെഡായ ശേഷം നമുക്കതിലേക്ക് ഒരു സൈഡിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മസാലക്കൂട്ട് ചേർത്ത് ഒന്ന് റോൾ ചെയ്ത് മാറ്റുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പൊറോട്ട റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശേഷം റോളൊക്കെ ചെയ്തതിന് ശേഷം ഓവനിലിട്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഒരു ഫ്രൈ പാന് ലോ ഫ്ലെയിമിൽ വെച്ച് അതിൽ പൊറോട്ട വെച്ച് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റുന്നത് നന്നായിരിക്കും. ആ കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓവനുള്ളവർ ഓവനിൽ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതും കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്താലും ആ ഒരു
ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പൊറോട്ട റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറക്കാതെ ട്രൈ ചെയ്ത്, ഭയങ്കര ടേസ്റ്റിയാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെന്നുണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.